അഹമ്മദാബാദിലെ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികൾ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളോട് പറഞ്ഞത് ഈ അപകടത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല, എല്ലാവർക്കും ജീവൻ നഷ്ടമായി കാണും എന്ന് പറഞ്ഞത്. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു. ഒരാൾ ഈ അപകടത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്ന്, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, അദ്ദേഹം സീറ്റ് നമ്പർ 11A-യിൽ ഇരുന്ന യാത്രക്കാരനാണ്. എമർജൻസി എക്സിറ്റിന് സമീപമായിരുന്നു അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, കാര്യമായ പരിക്കില്ല എന്ന വിവരം വരുന്നു. പിന്നീടാണ് അദ്ദേഹം ഈ വിമാനത്തിൽ നിന്നിറങ്ങി ആംബുലൻസിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതും. ആ ഘട്ടത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ വിമാനം പറന്നുയർന്ന 30 സെക്കൻഡിനുള്ളിൽ അതൊരു തീഗോളമായി. എൻ്റെ ചുറ്റും മൃതദേഹങ്ങളായിരുന്നു, ഞാൻ എഴുന്നേറ്റ് പുറത്തേക്കോടി, എനിക്ക് എൻ്റെ സഹോദരനെ നഷ്ടമായി എന്ന് പറഞ്ഞ് ഒരു ആംബുലൻസിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യങ്ങളും കണ്ടു. ഒരു കാര്യം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അപകടത്തിൽ സംഭവിച്ചത് എന്താണ് എന്നൊരു സാധാരണക്കാരന് പറയാൻ കഴിയുന്ന വിവരങ്ങൾ അന്വേഷണത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുത്ത് സാധാരണ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. അദ്ദേഹത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മളുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കും. അദ്ദേഹം ഇരുന്ന ഭാഗം എമർജൻസി എക്സിറ്റിനോട് ചേർന്നായിരുന്നു, അവിടെയാണ് ആ സീറ്റ് നമ്പർ. അതുകൊണ്ട് അദ്ദേഹത്തിന് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ സീറ്റിൻ്റെ പുറകിലായിരുന്നു മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു. പക്ഷേ വിജയ് രൂപാണിയെപ്പോലുള്ളവർക്കൊന്നും എമർജൻസി എക്സിറ്റിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ആ എമർജൻസി എക്സിറ്റ് സേവനം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുകയും ചെയ്യും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ആശുപത്രി റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഉന്നതതല യോഗത്തിൽ അവിടെ പങ്കെടുത്തത്. ആ യോഗ തീരുമാനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായി ആ യോഗത്തിൽ? വിജയകുമാർ, ഇന്ന് രാത്രിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിൽ എത്തുന്നതും ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. അതിനുശേഷം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ഈ അപകടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് അപകടം നടന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ആ വിവരം തനിക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒപ്പം വ്യോമയാന മന്ത്രിയുമായി ബന്ധപ്പെടുകയും വിവരങ്ങൾ തേടുകയും ചെയ്തു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ ഈ സാഹചര്യങ്ങൾ എന്താണെന്നുള്ള വിവരം തൻ്റെ പക്കൽ നിന്ന് തേടി എന്നുകൂടി ആഭ്യന്തരമന്ത്രി പറയുന്നു. രക്ഷപ്പെട്ട യാത്രികനെ, ഒരു യാത്രികനാണ് ഈ അപകടത്തിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ രക്ഷപ്പെട്ടത്. ആ യാത്രികനെ താൻ കാണുകയും ചെയ്തു. മാത്രമല്ല ഈ DNA പരിശോധന സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിലവിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അവർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ DNA പരിശോധനകൾ പൂർത്തിയാക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തുന്ന മുറയ്ക്കായിരിക്കും DNA പരിശോധനകൾ നടത്തുക, സാമ്പിള് സ്വീകരിച്ച് നടത്തുക. ഗുജറാത്തിന് പുറത്തേക്ക് ഈ പരിശോധനയ്ക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനായി FSL ടീം അവിടെ അവനായി തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം തന്നെ എത്ര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ അപകട കാരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. DNA പരിശോധന പൂർത്തിയായാൽ മാത്രമേ എത്ര മരണമാണ് അല്ലെങ്കിൽ മരണം സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ നൽകാൻ കഴിയുകയുള്ളൂ എന്നതും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും അപകടം സംബന്ധിച്ചുള്ള കാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് ആഭ്യന്തരമന്ത്രി പങ്കുവച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊന്ന്, ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന നടപടികൾ അതും അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. വിജയകുമാർ. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിൽ എത്തി ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം തീരുമാനങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ നാളെയോ തൊട്ടടുത്ത ദിവസവുമായിരിക്കും അദ്ദേഹം എത്തുക. ഇപ്പോൾ അവിടുന്ന് വരുന്ന വിവരങ്ങളിൽ അവിടെ അപകട മേഖലയിൽ ബ്രിട്ടീഷ് എംബസി ഉദ്യോഗസ്ഥർ എത്തി എന്നുള്ളതാണ്. 52 53 ബ്രിട്ടീഷ് പൗരന്മാർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ബ്രിട്ടൻ ഈ വിഷയത്തിൽ ഇന്ത്യയുമായി നിരന്തരമായി
ആശയവിനിമയം നടത്തുന്നുണ്ട്. മറ്റൊന്ന് ബോയിങ് കമ്പനിയാണ്. അവർ ഈ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു വിമാന അപകടം ഉണ്ടായത് എന്നത്. കാരണം ബോയിങ്ങിൻ്റെ തന്നെ ഏറ്റവും സുരക്ഷിതമായ വിമാനം എന്നുള്ളതാണ്, അവരുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു വിമാനം എന്ന നിലയിലാണ് ഇതിനെ കണക്കാക്കിയിരുന്നത്. അത് അപകടത്തിൽപ്പെട്ടു എന്നതും ആ കമ്പനിയെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്മേൽ വിശദമായ അന്വേഷണം ആ കമ്പനി സ്വന്തം നിലയ്ക്ക് നടത്തുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്.